നമസ്കാരം സുഹൃത്തുക്കളെ, സക്സസ് ഗൈഡിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്വിക്ക് റിവിഷന്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് ആരാണ്? സംരക്ഷണ ഉദ്യോഗസ്ഥൻ. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് സംരക്ഷണ ഉദ്യോഗസ്ഥനാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1998 ഡിസംബർ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1998 ഡിസംബർ ആണ്. റിപ്പോ റേറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റിസർവ് ബാങ്കിൽ നിന്നും ബാങ്കുകൾ എടുക്കുന്ന വായ്പയുടെ പലിശ. റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്കിൽ നിന്നും ബാങ്കുകൾ എടുക്കുന്ന വായ്പയുടെ പലിശയാണ്. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചർ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചർ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ചെന്നൈ. ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ചെന്നൈ. കോശത്തിന്റെ കേന്ദ്രം ഏത് പേരിൽ അറിയപ്പെടുന്നു? മർമ്മം. കോശത്തിന്റെ കേന്ദ്രം അറിയപ്പെടുന്നത് മർമ്മം എന്ന പേരിലാണ്. ഗോളീയ ദർപ്പണവുമായി ബന്ധപ്പെട്ട പദമാണ് പോൾ. പോൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു. പോൾ എന്ന് പറയുന്നത് എന്താണ്? പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാഭായി. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് എന്നാണ്? 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9 ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് 1721 ഏപ്രിൽ 15. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ? പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. കണ്ണിൽ ഒരു വസ്തുവിന്റെ പ്രതിബിംബം പതിയുന്ന ഭാഗം? റെറ്റിന. കണ്ണിൽ ഒരു വസ്തുവിന്റെ പ്രതിബിംബം പതിയുന്ന ഭാഗമാണ് റെറ്റിന. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചി. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചി. AP പത്രോസിന്റെ തൂലികാനാമം എന്ത്? അയ്യനേത്ത്. AP പത്രോസിന്റെ തൂലികാനാമമാണ് അയ്യനേത്ത്. സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രം ഏതാണ്? ഇരുമ്പൻ ഗോവിന്ദൻ നായർ. സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് ഇരുമ്പൻ ഗോവിന്ദൻ നായർ. ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി. ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി. ഉദയംപേരൂർ സുന്നഹദോസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? കേരളത്തിലെ ക്രിസ്ത്യാനികളെ റോമിനോട് പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റുക. ഉദയംപേരൂർ സുന്നഹദോസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? കേരളത്തിലെ ക്രിസ്ത്യാനികളെ റോമിനോട് പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയാണ് ഇടുക്കി. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16. ഓസോൺ ദിനമായി ആചരിക്കുന്ന ദിവസം സെപ്റ്റംബർ 16. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? മീസോസ്ഫിയർ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. കഥകളിയുടെ സാഹിത്യരൂപം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യരൂപം അറിയപ്പെടുന്ന പേരാണ് ആട്ടക്കഥ. കളിയച്ചൻ എന്ന കൃതി ആരുടേതാണ്? പി കുഞ്ഞിരാമൻ നായർ. കളിയച്ചൻ എന്ന കൃതി ആരുടേതാണ്? പി കുഞ്ഞിരാമൻ നായർ. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗം ഏതാണ്? മോണിറ്റർ. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ് മോണിറ്റർ. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഉള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുന്ന സമ്പ്രദായം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉദാരവൽക്കരണം.
രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുന്ന സമ്പ്രദായം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉദാരവൽക്കരണം. ക്രമഭംഗം നടക്കുന്നത് ഏതുതരം കോശങ്ങളിലാണ്? ശരീരകോശങ്ങളിൽ. ക്രമഭംഗം നടക്കുന്നത് ഏതുതരം കോശങ്ങളിലാണ്? ശരീരകോശങ്ങളിൽ.